ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സഹൂറു അക്ലുഹു ബറക. പ്രവാചകൻ പറയുകയാണ്, അത്താഴം കഴിക്കൽ ബറക്കത്താണ്, അതിൽ ബറക്കത്തുണ്ട്. ഫലാ തദഊ, നോക്കൂ, നിങ്ങളത് ഉപേക്ഷിക്കരുത്. വിശ്വാസികളെ, അത്താഴം കഴിക്കൽ ഉപേക്ഷിക്കരുത്. വലൗ അൻ യജ്റഅ അഹദുക്കും ജുർഅതൻ മിൻ മാഇൻ, ഇനി നിങ്ങൾക്ക് തീരെ ആ സമയത്ത് വിശപ്പില്ലെങ്കിൽ പോലും ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കണം. നോക്കൂ, നിങ്ങൾ അതിൻ്റെ ഒരു പ്രാധാന്യമാണ്. ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, എന്നാൽ പോലും ഒരിറക്ക് വെള്ളമെങ്കിലും കുടിക്കണം, കാരണം അതിൽ ബറക്കത്തുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫഇന്നല്ലാഹ അസ്സ വജല്ല വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവും മലക്കുകളും അത്താഴം കഴിക്കുന്നവരുടെ മേൽ സ്വലാത്ത് നേരുന്നു. അള്ളാഹുവിൻ്റെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ മലഉൽ അലയിൽ, മലക്കുകളുടെ ഉന്നത സഭയിൽ ആ വ്യക്തിയെക്കുറിച്ച് പറയലും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ റഹ്മത്ത് ആ വ്യക്തിക്ക് ലഭിക്കലുമാണ്. അതാണ് അള്ളാഹുവിൻ്റെ സ്വലാത്ത്. മലക്കുകളുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ആ വ്യക്തികൾക്ക് വേണ്ടി അള്ളാഹുവിനോട് മഗ്ഫിറത്തിനെ, മർഹമത്തിനെ തേടലാണ്. അപ്പോൾ മലക്കുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, അള്ളാഹുവും നമ്മെ പ്രശംസിച്ച് പറയും, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ലഭിക്കും. ആർക്ക്? അത്താഴം കഴിക്കുന്ന ആളുകൾക്ക്. അപ്പോൾ എത്ര വലിയ ബറക്കത്താണത് എന്ന് ആലോചിച്ച് നോക്കൂ. അത്താഴത്തിൻ്റെ ഏറ്റവും വലിയ ബറക്കത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.